എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാട് മാറ്റമാണ് ഇപ്പോൾ സന്ദീപ് വാര്യരിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയാനാവുക? കാരണം സി കൃഷ്ണകുമാറിൻ്റെ പരിപാടിയിൽ കസേര കിട്ടിയിട്ടില്ല എന്നതിനപ്പുറം മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ നിലപാട് വ്യത്യാസം വന്നതായി നമുക്ക് അനുഭവപ്പെട്ടില്ല. അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ മാത്രമാണ് അദ്ദേഹം നടത്തിയിരുന്നത്. ഇപ്പോൾ അതാ കോൺഗ്രസിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഞാൻ മുമ്പ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, ബി ജെ പിക്ക് വേണ്ടി പറഞ്ഞത് ഭാഷയുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ്. ആ ഭാഷയുടെ സാധ്യതകൾ ഏതൊക്കെ തലത്തിൽ വരെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള സന്ദീപ് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ തന്നെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് തന്നെ മറുപടിയായി പറയുമ്പോൾ ഞാൻ പാകിസ്ഥാൻകാരനല്ലല്ലോ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറച്ചുപോയ ചില ബോധ്യങ്ങളുണ്ട്. അതിൽ നിന്ന് പുറത്തു കടക്കുന്നതിന് മുമ്പ് തന്നെ ഇതാ നിങ്ങളുടെ മാധ്യമ വിഭാഗത്തിലേക്കൊക്കെ എത്തുന്നു എന്നാണ് ഞാൻ കേൾക്കുന്നത്. ഇനിയത്തെ ചർച്ചകളിലെ കോൺഗ്രസ് പ്രതിനിധിയായി സന്ദീപ് വരാൻ പോകുന്നു അല്ലേ ലിജു? ഒന്ന്, സന്ദീപ് വാര്യരെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിക്കുന്ന കൃത്യമായ തീരുമാനം പാർട്ടി എടുത്തിട്ടില്ല. അത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയും KPC നേതൃത്വവും ആണ് ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ അതല്ലാതെ നേരത്തെ തന്നെ ആദ്യം തന്നെ മാധ്യമ പ്രതിനിധിയായിട്ട് പോകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തെ മാധ്യമ വിഭാഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ലിജു. ഏറ്റവും പുതിയ വാർത്ത അല്ല, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഔദ്യോഗികമായി പ്രഖ്യാപനങ്ങൾ, ഇപ്പം ഞാൻ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായും ഇപ്പോൾ കേരളത്തിലെ ഒരു മാധ്യമ വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപനം വരുമ്പോൾ പുറത്തിറക്കാൻ സ്വാഭാവികമായും ഞാനും കൂടി അറിയാറുണ്ട്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു സ്വാഭാവികമായും മാധ്യമ വിഭാഗത്തിലേക്ക് അദ്ദേഹം സ്വാഗതം ചെയ്യപ്പെടുമെന്നത് അറിയാം. കാരണം BJPയുടെ വക്താവാണ്, ആയിരുന്ന ഒരാളാണ്, നല്ല ഭാഷാചാതുര്യമുള്ള ഒരാളാണ്, അറിവിൻ്റെ പിൻബലമുണ്ട്, സ്വാഭാവികമായി ഉണ്ടാകും. പക്ഷെ ഞാൻ പറഞ്ഞ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം നടന്നിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. കാരണം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമ്പോൾ സ്വാഭാവികം ഞാൻ കൂടി അറിയും എന്നതുകൊണ്ടാണ് ഞാനത് ഉറപ്പിച്ച് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, സന്ദീപിൻ്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഒരു ചോദ്യം ഇവിടെ വരികയുണ്ടായി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു CPM ശ്രീ ജയചന്ദ്രനാണ്, അദ്ദേഹമാണ് ഈ ഒരു അഭിപ്രായം ഉയർത്തിയത്. അപ്പോൾ എനിക്ക് ശ്രീ AK ബാലൻ്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പുണ്ട്. AK ബാലൻ പറഞ്ഞു, അദ്ദേഹം ആദ്യം വ്യക്തിപരമായിട്ടാണ് ശ്രീ സന്ദീപിനെ വിലയിരുത്തിയത്. AK ബാലൻ മാത്രമല്ല, MB രാജേഷ്, ഗോവിന്ദ മാസ്റ്റർ, അങ്ങനെ പലരും BJPയിൽ നിന്ന് വിട്ട് CPMലേക്ക് ചെല്ലും എന്നൊരു പ്രതീതി ഉണ്ടായ സമയത്ത് അവർ വിലയിരുത്തിയിട്ട് പറഞ്ഞത് സന്ദീപ് ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് നല്ല അറിവുണ്ട്, കാര്യങ്ങൾ നന്നായി പ്രസൻറ്റ് ചെയ്യാൻ അറിയാം. പിന്നെ AK ബാലൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്, അദ്ദേഹം CPMലേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ആ ട്രാൻസിഷൻ, കാരണം ഇത്രയും കാലം പിന്തുടരുന്ന ഒരു ആശയം, രാഷ്ട്രീയം, അതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞാൽ അദ്ദേഹം CPMൻ്റെ ഉറച്ച കേഡറായി മാറും എന്ന പ്രതീക്ഷയാണ് ശ്രീ AK ബാലൻ പറഞ്ഞത്. കാരണം എനിക്കും ആ കാര്യം തന്നെയാണ് പറയാനുള്ളത്. സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറേ നല്ല ഗുണങ്ങളുണ്ട്. അദ്ദേഹത്തിന് നല്ല ഭാഷയുണ്ട്, ആശയപ്രകാശന ശൈലിയുണ്ട്. അപ്പോൾ അദ്ദേഹം ഇതുവരെ പിന്തുടർന്ന രാഷ്ട്രീയത്തോട് കൃത്യമായി വിയോജിപ്പുണ്ടായി. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു. അത് ഞങ്ങളുടെ ഇപ്പോൾ ജയചന്ദ് സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു അതൊരു ആലങ്കാരികമാണ്. ആലങ്കാരിക പ്രയോഗം നടത്തിയത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഈ നാട്ടിലെ വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുക എന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു ഫ്രേസായിരുന്നു, ഒരു പ്രയോഗമായിരുന്നു. അത് കടമെടുത്തുകൊണ്ടാണ് ഇന്ന് സന്ദീപ് വാര്യർ സംസാരിച്ചത്. അല്ല, സന്ദീപ് വാര്യർ സ്വന്തമായിട്ടൊരു കട തുറക്കുന്ന കാര്യത്തെക്കുറിച്ച് അല്ല പറഞ്ഞത്. രാഹുൽ ഗാന്ധി പറഞ്ഞൊരു ആശയത്തെ കടമെടുത്ത് സംസാരിച്ചാണ്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ അതിനെയാണ് കണക്കാക്കുന്നത്. ഒരു ട്രാൻസിഷൻ പീരീഡിൽ ഭാവിയിൽ ഈ നേരത്തെ AK ബാലൻ പറഞ്ഞതുപോലെ വാക്കുകളിലും പ്രയോഗങ്ങളിലുമൊക്കെ ചില പാളിച്ചകൾ ഉണ്ടായാൽ അതും ആ ട്രാൻസിഷൻ പീരീഡിൻ്റെ ഒരു പ്രൊബേഷണറി പീരീഡിൻ്റെ കാലമായി കണക്കാക്കിയാൽ മതി. ആ തരത്തിൽ മാത്രം അതിനെ കണക്കാക്കിയാൽ മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സന്ദീപ് തൻ്റെ രാഷ്ട്രീയം പറഞ്ഞു കഴിഞ്ഞു. അത് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ മതേതര രാഷ്ട്രീയമാണ്. ഐഡിയ ഓഫ് ഇന്ത്യ എന്നൊരു അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ എല്ലാവരും ആ സമയത്ത് സ്വീകരിക്കുന്ന ആ ഒരു യോഗത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തോട് ഉയർന്നൊരു ചോദ്യം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് കോൺഗ്രസ് എന്ന് പറയുന്ന ആശയം എന്ത് ആശയമാണ് നിങ്ങൾ പ്രതിദാനം ചെയ്തെന്ന് ചോദിച്ചപ്പോൾ സന്ദീപ് പറഞ്ഞ മറുപടി, ഇന്ത്യക്കാർക്കെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ DNA തങ്ങളുടെ ശരീരത്തിലുണ്ട്. ഐഡിയ ഓഫ് ഇന്ത്യ എന്ന ആശയം ആണ് കോൺഗ്രസ് പ്രതിദാനം ചെയ്യുമെന്ന് പറഞ്ഞു. എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഇന്ത്യയുടെ ആശയം അത് ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ആശയമാണ്.
ആ ആശയത്തെയാണ് സന്ദീപ് ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷെ അത് കസേര കിട്ടാഞ്ഞപ്പോൾ മാത്രമാണ് ഏറ്റെടുക്കുന്ന പ്രശ്നമുണ്ട് ലിജു. കുറച്ചുകൂടി നേരത്തെ തോന്നിയിരുന്നെങ്കിൽ വയനാട്ടിലൊന്ന് പ്രചാരണം നടത്താമായിരുന്നല്ലോ. രാഹുൽ ഗാന്ധിയോടൊരു ഒരു ക്ഷമാപണമായി അവിടെ പ്രചാരണത്തിൽ പങ്കെടുക്കാമായിരുന്നല്ലോ എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. എല്ലാ മനുഷ്യരും സന്ദേഹികളാണല്ലോ സ്മൃതി. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിൽക്കുന്ന പലരും നമുക്കറിയാം, ഇപ്പം മനുഷ്യരുടെ എല്ലാ അത്തരം സന്ദേഹങ്ങളുണ്ട്. സന്ദീപിൻ്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. തീവ്ര നിലപാടുകൾ പറയുന്നതോടൊപ്പം തന്നെ പഴയ സൗഹൃദത്തിൻ്റെ മതസൗഹാർദ്ദത്തിൻ്റെ ഒക്കെ തന്നെ പല പോസ്റ്റുകളിൽ ഞാൻ സന്ദീപിൻ്റെ പോസ്റ്റുകൾ കണ്ടിട്ടുണ്ട്. ഞാൻ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഒരു തവണ മതസൗഹാർദ്ദം മുൻനിർത്തിയൊരു പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയെന്നൊരു പരാമർശവും ഞാൻ കേട്ടു. അപ്പോൾ മനുഷ്യർക്ക് മാറ്റങ്ങളുണ്ടാകുന്നത് പലപ്പോഴും പല ട്രിഗറുകളാണ്, പല പ്രചോദനങ്ങൾ, ഏതെങ്കിലും ചില സംഭവങ്ങളായിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കസേരയെ സംബന്ധിക്കുന്ന പരാമർശം അല്ലെങ്കിൽ അദ്ദേഹത്തെ വേദിയിൽ നിർത്തി അപമാനിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന, നേരത്തെ പറഞ്ഞതുപോലെ ആ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ആശയത്തോടുള്ള പ്രതിബദ്ധത, ഇവരുടെ വെറുപ്പിൻ്റെയും ഇവരുടെ സഹിഷ്ണുതയില്ലായ്മയോടുള്ള എതിർപ്പ്, അത് കൂടുതൽ ശക്തമാകുവാൻ അത് പ്രചോദനമായെന്നിരിക്കാം. ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അങ്ങനെയല്ലേ. ഇപ്പോൾ എം വി രാഘവൻ CPM വിട്ട് പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായില്ലേ എത്രയോ തവണ? എന്താ ബദൽ രേഖയുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. ഇപ്പോൾ മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡൻ്റായിരിക്കുന്ന നാനോ പട്ടോള പണ്ട് BJP-കാരനായിരുന്ന ആളാണ്. വളരെ കൃത്യമായി അദ്ദേഹത്തിന് മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് മാറ്റി നിർത്തേണ്ടി വന്നത്. ഇവിടെ കോൺഗ്രസിൽ നിന്ന് പലരും പോയില്ലേ? ശ്രീമതി പത്മജ വേണുഗോപാൽ പോയി. എന്താണ് പത്മജ വേണുഗോപാലിൻ്റെ പാർട്ടി മാറ്റവുമായിട്ടുണ്ടായിട്ടുള്ള ട്രിഗർ എന്താണ്? പത്മജ ചേച്ചിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, ഞാൻ മത്സരിച്ച സ്ഥലത്തൊരു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിനെ പോലും എനിക്ക് തന്നില്ല എന്നാണ്. ചിലപ്പോൾ അതായിരിക്കാം ആയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ CPM വിട്ടുപോകുന്നവർ, BJP വിട്ടുപോകുന്നവർ, അല്ലെങ്കിൽ കോൺഗ്രസ് വിട്ടുപോകുന്നവർ പലർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാകും. ആ കാരണങ്ങളുടെ വലിപ്പമോ നിസ്സാരതയോ അല്ല. അതിലൂടെ അവർ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എത്തിച്ചേരുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയത്തോട് വെച്ച് പുലർത്തുന്ന ഐക്യമാണ്, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ശ്രമങ്ങളാണ് അവരുടെ രാഷ്ട്രീയ പാതയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. സന്ദീപ് ഇതുവരെ വെച്ച് പുലർത്തിയ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്ക് തീർത്തും വിരുദ്ധമായ എതിർപക്ഷത്തിൽ നിൽക്കുന്ന ഒരു ആശയമാണ് കോൺഗ്രസിൻ്റേത്. അതിനോടാണ് അദ്ദേഹം ഇന്നത്തെ ആദ്യ ദിവസം തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. ഞങ്ങൾ എന്നാണ് ഇന്ന് സന്ദീപ് വാര്യർ വാർത്താ സമ്മേളനത്തിന് ശേഷം പ്രതികരിച്ചത്. സുരേഷ്, അപ്പോൾ ഇനിയും ചിലത് കാണാൻ ബാക്കി നിൽക്കുന്നു. നാളെ ഇതിന്റെ ബാക്കി ചില അനുരണനങ്ങൾ കൂടി പാലക്കാട് ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. അതിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. Debate with Smriti Parithikar.